ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഷീനൂസ് കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ കാണുന്ന ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിലെ റെസിപ്പിയൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഡെക്കറേഷൻ മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു കേക്ക് എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. താമസിയാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ചെറിയ ചെറിയ ഫോണ്ടന്റ് ഡെക്കറേഷൻസ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈറ്റ് കളർ ഫോണ്ടന്റ് നല്ലതുപോലെ കോൺഫ്ലോർ ഇട്ടൊക്കെ നന്നായിട്ടൊന്ന് നീഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കുട്ടി കുട്ടി ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. 2-3 സൈസിലുള്ള ബോൾസ് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ഡെക്കറേഷനാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പം ഞാൻ ഒരു ബോൾ ഉണ്ടാക്കി. ഫോണ്ടന്റ് ഡെക്കറേഷൻസ് ചെയ്യണമെന്ന് പറയുമ്പോഴേ പലർക്കും ഒരു പേടിയാണ്. അപ്പം അങ്ങനെയുള്ള കൂട്ടുകാർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെക്കറേഷനാണ് കേട്ടോ ഇത്. ഇനി ഞാൻ കുറച്ച് റെഡ് കളർ ഫോണ്ടന്റ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും കുറച്ച് ബോൾസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡ് റെഡ് കളർ ഫോണ്ടന്റ് ആണ് കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് ഇത്രയും ഡാർക്ക് കളർ കിട്ടുകയുള്ളൂ. നമ്മൾ കളർ മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും ഡാർക്ക് കളർ കിട്ടില്ല. അപ്പം മാക്സിമം ഇതുപോലെ റെഡിമെയ്ഡ് ഫോണ്ടന്റ് യൂസ് ചെയ്യുക. അപ്പം നമ്മൾ റെഡ് കളർ ബോൾസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വൈറ്റ് കളർ ഫോണ്ടന്റിലേക്ക് ഇതുപോലെ ഷെഫ് മാസ്റ്ററിൻ്റെ സ്കിൻ ടോൺ കളർ ഒരു ഡ്രോപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇനി നമുക്കൊരു ബേബി ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ കളർ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫോണ്ടന്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള ബേബിയുടെ സിലിക്കോൺ മോൾഡ് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. അതിലേക്ക് ഇതുപോലെ കുറച്ച് കോൺഫ്ലോർ ഒന്ന് തട്ടിക്കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു മോൾഡിൽ നിന്ന് ആ ഒരു ഫോണ്ടന്റ് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഇതുപോലെ കോൺഫ്ലോർ തട്ടി കൊടുക്കുന്നത്. ഇനി നമ്മൾ ആ കളർ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫോണ്ടന്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മാക്സിമം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും. എങ്കിൽ മാത്രമേ ആ കറക്റ്റ് മോൾഡിലുള്ള ഇംപ്രഷൻസൊക്കെ നമുക്ക് ഫോണ്ടന്റിൽ കിട്ടുള്ളൂ. ഇനി ഒരു 1-2 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ഡിമോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിലർക്ക് ഇങ്ങനെ ഡിമോൾഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ഇങ്ങനെ ഇളകി കിട്ടില്ല. അങ്ങനെയുള്ളവർ ഈ ഒരു മോൾഡോട് കൂടിയിട്ട് ഇതിനെ ഒന്ന് ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം ഇതുപോലെ ഡിമോൾഡ് ചെയ്ത് കൊടുത്താൽ ഈസി ആയിട്ട് ഇളകി കിട്ടും. അപ്പോൾ നമ്മുടെ ബേബി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബേബീനെ ഒന്ന് ഡ്രസ്സൊക്കെ ഇടിച്ചെടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും റെഡ് കളർ ഫോണ്ടന്റ് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഈ ഒരു കാണുന്ന ഷേപ്പിലേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യം ഫസ്റ്റ് ഒന്ന് വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇതിങ്ങനെ വിരൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഒരുപാട് പ്രഷർ കൊടുക്കരുത്. അങ്ങനെയെങ്കിൽ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബേബിയുടെ ആ ഒരു ഷേപ്പൊക്കെ അങ്ങ് മാറിപ്പോകും. ജസ്റ്റ് ലൈറ്റ് ഒരു പ്രഷർ കൊടുത്തിട്ട് വേണം സ്റ്റിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞു. വളരെ സിമ്പിളാണ്, ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബേബിയുടെ ഹെയറിനൊന്ന് കളർ കൊടുക്കാം. അപ്പം ഞാൻ ബ്ലാക്ക് ജെൽ കളർ എടുത്തിട്ടുണ്ട്. അതുപോലെ ബ്രഷ് യൂസ് ചെയ്തിട്ടാട്ടോ കളർ കൊടുക്കുന്നത്. അപ്പോൾ അത് ഫോക്കസ് ഔട്ട് ആയത് ഞാൻ ശ്രദ്ധിച്ചില്ല, ക്ലിയർ ആയിട്ട് കാണുന്നില്ല. ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു ഹെയറിൻ്റെ ഇംപ്രഷൻ അതിൽ അറിയാൻ പറ്റും. ആ ഒരു പോർഷൻസിൽ മാത്രം ഇതുപോലെ ഒന്ന് കളർ ബ്രഷ് ചെയ്ത് കൊടുക്കുക. കളർ ചെയ്തതിന് ശേഷം ഒന്ന് ഉണങ്ങാനായിട്ട് മാറ്റി വെക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് ബേബിക്ക് ഒരു ഹെയർ ബാൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പം അതിനായിട്ട് വീണ്ടും ഇതുപോലെ റെഡ് കളർ ഫോണ്ടന്റ് ഒന്ന് നീളത്തിനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ആ ഹെയർ ബാൻഡ് ഇങ്ങനെ വെക്കുന്ന ഒരു പോർഷനിലേക്ക് നമുക്കൊന്ന് ഫിക്സ് ആക്കി കൊടുക്കാം. അതിനുശേഷം എക്സസ് ആയിട്ടുള്ള പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം. അപ്പോൾ ഇതേ സെയിം കേക്ക് പല കളറിലും ഞാൻ തീമിൽ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു 5ാമത്തെ തവണയാണ് ഈ ഒരു സെയിം ഓർഡർ ചെയ്യുന്നത്. കാണാൻ വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കേക്കാണ്. പിന്നെ ഇതുപോലെ സിലിക്കോൺ മോൾഡ് എടുത്തിട്ടുണ്ട് ഫ്ലവറിൻ്റെ. അതിൽ ഏറ്റവും ചെറിയ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലേക്ക് കുറച്ച് റെഡ് ഫോണ്ടന്റ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. അതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. സിമ്പിളായിട്ട് ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഹെയർ ബാൻഡിൻ്റെ ഈ ഒരു പോർഷനിൽ ഒന്ന് ഫിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ.
ഫോണ്ടൻ ഡെക്കറേഷൻസ് ഒക്കെ കഴിഞ്ഞു, വളരെ സിമ്പിളായിട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഇതുപോലെ നെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സ്റ്റാമ്പ് ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാട്ടോ നെയിം ചെയ്തിട്ടുള്ളത്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർക്ക് അത് ചെക്ക് ചെയ്താൽ മതിയാകും. ഇനി ഞാൻ ഇതുപോലെ വിങ്സ് ഒന്ന് പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പിക്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഗൂഗിളിൽ നിന്നോ പിൻട്രസ്റ്റിൽ നിന്നോ ഡൗൺലോഡ് ചെയ്തെടുക്കുക, നല്ല ക്ലാരിറ്റി ഉള്ള പിക്ചേഴ്സ്. അതിനുശേഷം സ്റ്റുഡിയോയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പ്രിൻ്റ് എടുത്ത് തരും. നമ്മുടെ സൈസ് കൂടെ പറഞ്ഞു കൊടുക്കുക, എത്ര സൈസാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് അവർ പ്രിൻ്റ് എടുത്ത് തരും. അപ്പോൾ ഇതിനെ ഇനി കട്ട് ചെയ്ത് ഒന്ന് ക്ലിയർ ആക്കി എടുത്ത് ഇതുപോലെ സ്ക്യൂവറിലൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അത് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ കേക്കും റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ ഇതേ ഫൈനൽ കോട്ടിംഗ് ഒക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതുപോലുള്ള സാറ്റിൻ റബ്ബൺ യൂസ് ചെയ്തിട്ട് ഒരു ബോർഡർ ലൈൻ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ബോർഡർ ലൈൻ ഇങ്ങനെ കൊടുക്കുന്ന സമയം ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുമല്ലോ, അപ്പോൾ നമ്മൾ ഒരുപാട് പ്രഷർ കൊടുക്കാൻ പാടില്ല, എങ്കിൽ ആ ക്രീമൊക്കെ ഒന്ന് ഷേപ്പ്ലെസ് ആയിട്ട് പോവും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം, വളരെ ലൈറ്റായിട്ട് വേണം ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് എക്സസ് ആയിട്ടുള്ളതിനെ കട്ട് ചെയ്തു ഒന്നും കൂടി സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ ഇതുപോലുള്ളൊരു ബോ അങ്ങനെ ടൈ ചെയ്തെടുക്കുകയാണ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ റിബണൊക്കെ കെട്ടാറില്ലേ, അതുമാതിരി ഒരു ബോ ഇങ്ങനെ ടൈ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കറക്റ്റായിട്ടൊന്ന് പിരിച്ചിങ്ങനെ കൊടുക്കുക. എത്ര നീളമാണോ വേണ്ട അതിനനുസരിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എക്സസ് ആയിട്ടുള്ളതിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഇടയ്ക്ക് ഒരു കുട്ടിയാൾ വന്ന് നോക്കുന്നുണ്ട് അമ്മ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കേക്കിൻ്റെ ഏറ്റവും ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ ആ ക്രീമിലേക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി, ക്രീമിൽ അത് സ്റ്റിക്കായിരുന്നോളും. ഇനി ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു ഫോണ്ടൻ ബോൾസിലേക്ക് കുറച്ചൊന്ന് എഡിബിൾ ഗ്ലൂ തേച്ചിട്ട് ആ ഒരു കേക്കിൻ്റെ ബോർഡിലേക്ക് സ്റ്റിക്ക് ചെയ്ത് ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ എഡിബിൾ ഗ്ലൂ ചെയ്തിട്ടുള്ളത് നമ്മുടെ CMC പൗഡറും വാട്ടറും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പം അത് ചെയ്യുന്ന വീഡിയോ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. ഇപ്പോൾ ഓൾറെഡി അത് മിക്സ് ചെയ്തത് കയ്യിലുള്ളതാണ് അത് യൂസ് ചെയ്യുന്നത്. ഇനി വേറൊരു തവണ ചെയ്യുമ്പോഴത്തേനും ഞാനത് വീഡിയോയിൽ കൂടി ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പം ഫോണ്ടൻ ബോൾസൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫോണ്ടൻ ബേബി ചെയ്ത് വെച്ചിട്ടുള്ളത് കേക്കിൻ്റെ മേളിൽ സെൻട്രലായിട്ട് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വിങ്സും കൂടിയിട്ട് ഇങ്ങനെ പുറകിലായിട്ട് രണ്ട് സൈഡിലും ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നോക്കാം എത്ര ഹൈറ്റ് വേണം, എങ്ങോട്ട് ചരിഞ്ഞിരിക്കണം എന്നൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് കറക്റ്റാക്കിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞു, വളരെ എളുപ്പം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ നെയിം ബോർഡ് കൂടിയിട്ടൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ആ നെയിം എഴുതി നല്ലപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഡ്രൈ ആയതിന് ശേഷം അതിൻ്റെ പുറകിലേക്ക് കുറച്ച് മെൽറ്റഡ് ചോക്ലേറ്റ് ഒരു 3-4 ഡ്രോപ്പ് 2-3 സൈഡിലായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് വേണം ഇതുപോലെ ക്രീമിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് വെച്ച് കുറച്ച് കഴിയുമ്പോൾ ആ വെയിറ്റ് കൊണ്ടിട്ട് താഴോട്ട് ഊർന്നു പോകും, വളരെ വൃത്തികേടായി പോകും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ക്രീമിലേക്ക് എന്തെങ്കിലും ഫോണ്ടൻ ഡെക്കറേഷൻസ് വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലേക്ക് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻസ് ഉള്ള ഒരു കേക്കാണിത്. അപ്പോൾ നല്ല ഭംഗിയാണ് വൈറ്റ് ആൻഡ് റെഡ് തീമിൽ ആ ഒരു കേക്ക് കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഈ ടേബിൾ സെറ്റ് ഫുള്ളായിട്ടാണ് കേട്ടോ കസ്റ്റമറിന് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റയിലും കൂടിയിട്ടൊന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.